ഷിനാസ്, യുദ്ധത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഓരോ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് എന്താണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാൻ ആകുമോ? ഷിനാസിലേക്ക് അതെ, ഇത് പശ്ചിമേഷ്യയുടെ ഷേപ്പ് മാറ്റുക, റീഷേപ്പ് ചെയ്യുക എന്ന അമേരിക്കൻ ഇസ്രായേൽ പദ്ധതി കുറേ കാലമായുള്ള പദ്ധതിയുടെ അവിച്ഛിന്ന ഭാഗമായിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അമേരിക്ക ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ട്രംപ് പറഞ്ഞത് എന്താണ്? ഈ വർഷം ജനുവരിയിൽ അവിടെ വലിയ തോതിലുള്ള പണപ്പെരുപ്പവും അത് വർഷങ്ങളായിട്ടുള്ള ഉപരോധം മൂലവും കഴിഞ്ഞ വർഷത്തെ യുദ്ധം മൂലവും ഇറാനിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഭാഗമായി കച്ചവടക്കാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ തെരുവിലിറങ്ങിയപ്പോൾ ഇറാൻ ഭരണകൂടം അതിനെ കഠിനമായി തന്നെ നേരിട്ടു. അപ്പോൾ ട്രംപ് പറഞ്ഞത്, അന്നത്തെ ഗോൾ പോസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത്, അവരിൽ ആരെയെങ്കിലും വധിക്കുകയോ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ സൈനികമായി ഇടപെടും. ഞങ്ങൾ ആ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പിന്നീട് ഗോൾ പോസ്റ്റ് മാറ്റി. 2020 കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക തന്നെ, ട്രംപ് തന്നെ പറഞ്ഞത്, ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ, ഇത് 3ഉം ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിമാനങ്ങളുടെ അകമ്പടിയോടെയുള്ള ബോംബാക്രമണത്തിലൂടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബ് ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇറാൻ്റെ ആണവശേഷിയെ സമ്പൂർണ്ണമായി നിർമൂലനം ചെയ്തു എന്ന് ട്രംപ് വീരവാദം മുഴക്കി. ഏതാണ്ട് 8 മാസം കഴിഞ്ഞില്ല, അപ്പോൾ പറയുന്നു ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണത്തിൻ്റെ ഉമ്മറപ്പടിയിൽ, വാതിൽപ്പടിയിൽ എത്തിയിരിക്കുന്നു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൻ്റെ ത്രഷോൾഡിലാണ് എന്ന് ഇസ്രായേലും അമേരിക്കയും പറയാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. ഇറാന് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. അത് 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാക്കാനും അണ്വായുധമാക്കാനും അധിക കാലമൊന്നും വേണ്ട. ഇറാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ അണ്വായുധ ശേഷി ആർജിക്കാമായിരുന്നു, വടക്കൻ കൊറിയ ആർജിച്ച പോലെ. അപ്പോൾ വടക്കൻ കൊറിയയോട് ചർച്ച നടത്തുന്നുണ്ടോ? അവിടെ ആക്രമണം നടത്തുന്നുണ്ടോ? ഇറാന് ആണവായുധങ്ങളില്ല എന്ന് സമ്പൂർണ്ണമായി അറിയുന്നത് കൊണ്ടാണ്, ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതേ കൂട്ടർ ആക്രമിച്ചത്. ഇപ്പോൾ ആക്രമിക്കുന്നത് ഇറാന് ആണവായുധങ്ങളില്ല എന്ന സമ്പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. കാരണം ഈ ആക്രമണത്തിൻ്റെ എന്താണ് ഇവർ പേരിട്ടിരിക്കുന്നത്? ഓപ്പറേഷൻ റോറിംഗ് ലയൺ, ഗർജിക്കുന്ന സിംഹം. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എന്ന ആ ഭൂമേഖലയിൽ ഒരേ ഒരു ഗർജിക്കുന്ന സിംഹം മാത്രം മതി. അത് ആണവായുധങ്ങളുള്ള ഏക രാഷ്ട്രമായ ഇസ്രായേലാണ്. കാരണം ഇസ്രായേൽ ആണവായുധ സാങ്കേതിക വിദ്യാർജനം തുടങ്ങിയത് ഫ്രഞ്ച് സഹായത്തോടെ 60കളുടെ ഒടുവിലാണ്. 1974 പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിന് അണുബോംബുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 100ഓളം ആണവ ആയുധങ്ങൾ ഇസ്രായേലിനുണ്ട്. അത് വഹിച്ച് പറക്കാനുള്ള മിസൈലുകളുമുണ്ട്. അപ്പം പശ്ചിമേഷ്യയിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഏക ആണവ രാഷ്ട്രം ഇസ്രായേലാണ്. അപ്പോൾ പശ്ചിമേഷ്യ ഇറാൻ്റെ ആണവ നിരായുധീകരണത്തിന് വേണ്ടി വാദിക്കുന്നവർ വാസ്തവത്തിൽ വാദിക്കേണ്ടത് പശ്ചിമേഷ്യയെ സമ്പൂർണ്ണമായി ആണവ നിരായുധീകരണത്തിന് വിധേയമാക്കണം. ആണെങ്കിൽ ഇറാനോടും പറയാം, നിങ്ങൾക്കും ആണവായുധം വേണ്ട. ഇസ്രായേൽ മാത്രം ഒരു 100ഓളം ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുകയും പശ്ചിമേഷ്യയിലെ ഗർജിക്കുന്ന സിംഹമായി തുടരുകയും ചെയ്യണം. അല്ല, ഇതൊക്കെ പറയുന്നവർ എങ്ങനെയാണ് അവർക്കത് പറയാനുള്ള യോഗ്യത എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. പറയുന്നവരും തീരുമാനിക്കുന്നവരും ഒക്കെ ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്?